ഹായ് എവരിവൺ, വെൽക്കം ടു ഡ്രഗ് മീഡിയ. ഏവർക്കും ഡ്രഗ് മീഡിയയിലോട്ട് സ്വാഗതം. എൻ്റെ ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സിനകത്ത് ഒരു സുഹൃത്ത് റിക്വസ്റ്റ് ചെയ്തുകൊണ്ടായിരുന്നു ടാബ്ലറ്റ് മാൻഫോഴ്സിനെ കുറിച്ച് ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു റിവ്യൂ ചെയ്യാമോ എന്നുള്ളത്. ആ ഒരു സുഹൃത്തിൻ്റെ അഭ്യർത്ഥന മാനിച്ച് ചെയ്യുന്നൊരു വീഡിയോ ആണിത്. ആക്ച്വലി ഇതേ ടാബ്ലറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള 2 വീഡിയോകൾ ഓൾറെഡി ഈ ചാനൽ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളതാണ്. സോ എങ്കിൽ പോലും ആ സുഹൃത്തിൻ്റെ ഒരു റിക്വസ്റ്റ് മാനിച്ച് ചെയ്യുന്നൊരു വീഡിയോ ആണിത്. ടാബ്ലറ്റ് മാൻഫോഴ്സ്, അതായത് നമ്മുടെ ന്യൂഡൽഹി ആസ്ഥാനമാക്കി 1995 സ്ഥാപിതമായ മാൻകൈൻഡ് എന്ന ഒരു മൾട്ടിനാഷണൽ കമ്പനിയുടെ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയുടെ പ്രൊഡക്റ്റാണ് ടാബ്ലറ്റ് മാൻഫോഴ്സ് എന്നുള്ളത്. ഇത് പൂർണ്ണമായും പുരുഷന്മാർക്ക് വേണ്ടി മാത്രം പ്രയോജനപ്പെടുന്ന ഒരു മരുന്നാണിത്. നമുക്ക് നോക്കാം ടാബ്ലറ്റ് മാൻഫോഴ്സിൻ്റെ കണ്ടൻറ്റ് അല്ലെങ്കിൽ കോമ്പോസിഷൻ, അതും അതല്ലെങ്കിൽ കെമിക്കൽ ഇൻഗ്രീഡിയൻറ്റ് എന്താണെന്നുള്ളത്. ഇതിനകത്ത് അടങ്ങിയിട്ടുള്ളത് സിൽഡനാഫിൽ സിട്രേറ്റ് എന്നുള്ളതാണ്. ഈ സിൽഡനാഫിൽ സിട്രേറ്റ് എന്ന കെമിക്കൽ ഇൻഗ്രീഡിയൻറ്റിനെ കുറിച്ച് ഓൾറെഡി 2 വീഡിയോ ചെയ്തതിനാൽ കൂടുതൽ ഡീപ്പായിട്ട് ഞാൻ ഇതിനകത്ത് പറയുന്നില്ല. ആ വീഡിയോകളുടെ ലിങ്ക് നിങ്ങൾ ഈ വീഡിയോയുടെ മുകൾ ഭാഗത്ത് ലഭ്യമാവുന്നതാണ്. നമുക്ക് നോക്കാം എന്താണ് ടാബ്ലറ്റ് മാൻഫോഴ്സിൻ്റെ ഉപയോഗം എന്നുള്ളത്. 25 മില്ലിഗ്രാം, അതായത് 25 മില്ലിഗ്രാം ടാബ്ലറ്റ് മാൻഫോഴ്സ് ഉപയോഗിക്കുന്നത് ഹൃദയ സംബന്ധമായ അസുഖം, അതായത് ആൻജൈനൽ പെക്ടോറിസിസ് ഇല്ലെങ്കിൽ പൾമണറി ആർട്ടീരിയൽ ഹൈപ്പർ ടെൻഷൻ എന്നീ 2 ഹൃദയ സംബന്ധമായ അസുഖങ്ങൾക്ക് വേണ്ടിയിട്ടാണ് 25 മില്ലിഗ്രാം ഉപയോഗിക്കുന്നത്. 50 മില്ലിഗ്രാമും 100 മില്ലിഗ്രാമും ഉപയോഗിക്കുന്നത് പുരുഷ ഉദ്ധാരണത്തിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇനി ഇതിൻ്റെ പ്രധാനപ്പെട്ട സൈഡ് എഫക്റ്റുകൾ ഇല്ലെങ്കിൽ ദോഷഫലങ്ങൾ എന്താണെന്ന് പറഞ്ഞാൽ തലകറക്കം, കൂടാതെ തലവേദന, ശരീരം പൊള്ളുന്നത് പോലെ തോന്നൽ, അസഹനീയമായ പുറം വേദന, കാൽമുട്ടുവേദന ഇല്ലെങ്കിൽ ജോയിൻറ്റ് പെയിനും, കൂടാതെ ജലദോഷം. അതും ഒരു കോമൺ ആയിട്ടുള്ള സൈഡ് എഫക്റ്റാണ്. എങ്കിൽ പോലും ഒരു സീരിയസ് ആയിട്ട് വരുന്ന സൈഡ് എഫക്റ്റ് എന്താണെന്ന് പറഞ്ഞാൽ വിഷ്വൽ ഡിസ്റ്റർബൻസ്. ഇപ്പോൾ എക്സാമ്പിൾ, നമ്മളൊരു വസ്തുവിനെ കാണുന്നത് 2ആയിട്ട് തോന്നുക, അല്ലെങ്കിൽ നമ്മൾ കാണുന്ന വസ്തുക്കളെല്ലാം ഒരു നീല കളറിൽ തോന്നുന്നൊരവസ്ഥ, അതുമല്ലെങ്കിൽ കാഴ്ചക്കൊരു മങ്ങൽ വരുന്നൊരവസ്ഥ. ഇതെല്ലാമാണ് ഈ മെഡിസിൻ്റെ ഒരു കോമൺ ആയിട്ടുള്ള സൈഡ് എഫക്റ്റ്. ഇനി ഇത് സംബന്ധമായിട്ട് വരുന്ന ഹൃദയ സംബന്ധമായി വരുന്ന സൈഡ് എഫക്റ്റ് എന്താണെന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ ഹൃദയ സ്തംഭനം, അതായത് ഹാർട്ട് അറ്റാക്ക് വരാൻ ചാൻസ് വരാറുണ്ട്. അല്ലെങ്കിൽ അത് ഒരു കോമൺ ആയിട്ടുള്ള സൈഡ് എഫക്റ്റ് ആയിട്ട് നമുക്ക് പറയാവുന്നതാണ്. ഇനി ഇത് ഉപയോഗിക്കുന്ന വിധം, നമ്മൾ അതിഥിയുമായി ബന്ധപ്പെടുന്നതിൻ്റെ 30 മിനിറ്റ് മുതൽ 45 മിനിറ്റ് മുമ്പാണ് ഈ ടാബ്ലറ്റ് കഴിക്കേണ്ടത്. അതൊരു ഭക്ഷണത്തിന് മുമ്പ് കഴിച്ചു കഴിഞ്ഞാൽ അത്രയും നല്ലതാണ്. ഇതിൻ്റെ ഡ്യൂറേഷൻ ഓഫ് ആക്ഷൻ, ഇപ്പോൾ എക്സാമ്പിൾ നമ്മളൊരു മാൻകൈൻഡിൻ്റെ ഈ മാൻഫോഴ്സ് എന്ന ടാബ്ലറ്റ് 100 മില്ലിഗ്രാമിൻ്റെ ഒരു ടാബ്ലറ്റോ അല്ലെങ്കിൽ 50 മില്ലിഗ്രാമിൻ്റെ ഒരു ടാബ്ലറ്റ് കഴിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ആക്ഷൻ 2 മണിക്കൂർ മുതൽ 4 മണിക്കൂർ വരെ നമുക്ക് ലഭ്യമാവുന്നതാണ്. അതായത് 2 മണിക്കൂർ മുതൽ 4 മണിക്കൂർ വരെ ഇതിൻ്റെ ഉദ്ധാരണം ലഭ്യമാവുന്നതാണ്. ഇനി ഈ മെഡിസിൻ ഒരിക്കലും ആൽക്കഹോൾ അല്ലെങ്കിൽ മദ്യപാനത്തിൻ്റെ കൂടെ ഒരിക്കലും കഴിക്കാതിരിക്കുക. അങ്ങനെ കഴിക്കുന്നത് കൂടുതലായിട്ടുള്ള സൈഡ് എഫക്റ്റ് വരാൻ കാരണമാക്കുന്നുണ്ട്. ഇപ്പോൾ എക്സാമ്പിളിന് മുമ്പ് പറഞ്ഞതുപോലെ തലവേദനയോ അല്ലെങ്കിൽ കാഴ്ചക്കുറവോ ഇങ്ങനെയുള്ള സൈഡ് എഫക്റ്റുകൾ കൂടാൻ കാരണമാവും മദ്യപാനത്തിൻ്റെ കൂടെ ഇത് ഉപയോഗിക്കുമ്പോൾ. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മെഡിസിൻ കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ഒന്ന്, ഹൃദയ സംബന്ധമായ അസുഖമുള്ളവർ ഇല്ലെങ്കിൽ ഹൃദയത്തിന് ഏത് തരത്തിലുള്ള സർജറി ചെയ്തിട്ടുള്ളവർ, കൂടെ ഇപ്പോൾ എക്സാമ്പിൾ ബൈപ്പാസോ അല്ലെങ്കിൽ സ്റ്റെൻഡ് ഇട്ട വ്യക്തികൾ, കൂടാതെ ഹൈ ബ്ലഡ് കൊളസ്ട്രോൾ, അതുകൂടാതെ തന്നെ ട്രൈഗ്ലിസറൈഡ്, കൂടാതെ തന്നെ ഏത് തരത്തിലുള്ള കിഡ്നി ഫെയിലിയർ ഇങ്ങനെയുള്ള അസുഖമുള്ളവരോ അല്ലെങ്കിൽ ഇതുപോലുള്ള സംബന്ധമായ പ്രോബ്ലം ഉള്ളവരോ ഒരിക്കലും ഈ ടാബ്ലറ്റ് ഉപയോഗിക്കാതിരിക്കുക. ഇനി ഈ മെഡിസിൻ മറ്റു ഏതെല്ലാം മരുന്നുകളോ കൂടെ കഴിക്കാൻ പാടില്ല എന്നുള്ളതും, ഇപ്പോൾ എക്സാമ്പിൾ ബ്ലഡ് പ്രഷറിന് കഴിക്കുന്ന അമ്ലോഡിപ്പിൻ, കൂടാതെ ആൻറ്റി ഡിപ്രസൻ്റായ കാർബാമസിബൈൻ, ആൻറ്റിബയോട്ടിക്കായ ക്ലാരിത്രോമൈസിൻ, അതുപോലെ തന്നെ ഒരു സ്റ്റിറോയിഡ് ഗണത്തിൽപ്പെട്ടുള്ള ഡെക്സാമെത്തസോൺ, ആൻറ്റി ഫംഗൽ ടാബ്ലറ്റ് ആയിട്ടുള്ള കീറ്റോകോണസോൾ, അതുപോലെ തന്നെ മറ്റു HIV മെഡിസിനുകളുടെ കൂടെയും ട്യൂബർകുലോസിസ് മെഡിസിൻ, TB മെഡിസിൻ, അതായത് ട്യൂബർകുലോസിസ് മെഡിസിനായ റിഫാംപിസിൻ, അതുപോലെ തന്നെ INH ഈ മെഡിസിൻ്റെ കൂടെയും, കൂടാതെ തന്നെ ടെറാസോസിൻ, പ്രാസോസിൻ, അതുകൂടാതെ തന്നെ ACE ഇൻഹിബിറ്റർ എന്നീ ആൻറ്റി ഹൈപ്പർടെൻസീവ് മെഡിസിൻ അടങ്ങിയിട്ടുള്ള ആൻറ്റി ഹൈപ്പർടെൻസീവ് മെഡിസിൻ്റെ കൂടെയും, കൂടാതെ ആൻറ്റി കോയാഗുലൻ്റ് മെഡിസിൻസ് ആയുള്ള വാർഫയറിൻ്റെ കൂടെയും കഴിക്കാതിരിക്കുക. ഈ മെഡിസിനെല്ലാം കഴിക്കുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ഡോക്ടറിൻ്റെ അടുത്ത് പറയണം. അതിനുശേഷം മാത്രമേ നമുക്ക് ഈ മാൻഫോഴ്സ് എന്ന ടാബ്ലറ്റ് കഴിക്കാൻ പാടുള്ളൂ. ഇനി ഇത് ഏത് ഏജ് കാറ്റഗറിയിലെ ആൾക്കാർക്ക് കഴിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 22 വയസ്സ് മുതൽ 55 വയസ്സ് വരെയുള്ളവർക്ക് മാത്രമേ ഇത് സൂട്ടബിൾ ആയിട്ടുള്ളൂ, ഉപയോഗിക്കാൻ പാടുള്ളൂ. കൂടാതെ തന്നെ ഇതിന് താഴെയുള്ളവർ ഉപയോഗിക്കുകയാണെങ്കിൽ അത് സൈഡ് എഫക്റ്റിൻ്റെ റിസ്ക് കൂടാൻ കാരണമാവാറുണ്ട്.
സോ 22 ഇയറിന് മുകളിലുള്ളവർ മാത്രം കഴിച്ചാൽ മതി. അതും വിത്ത് ഡോക്ടറുടെ റെക്കമെൻഡേഷൻ ഉണ്ടെങ്കിൽ മാത്രം കഴിക്കേണ്ട ഒരു ടാബ്ലറ്റാണിത്. ഇതിൻ്റെ പ്രൈസ് 100 മില്ലിഗ്രാമിന് ഇന്ത്യൻ മാർക്കറ്റിൽ 150 രൂപ മുതൽ 200 രൂപ വരെയാണ് ലഭ്യമാവുന്നത്. ജസ്റ്റ് 4 ടാബ്ലറ്റിൻ്റെ റേറ്റാണിത്. ഇനി ഇത് സ്റ്റോർ ചെയ്യേണ്ട ഒരു സ്ഥലം, എക്സാമ്പിൾ നമ്മുടെ കുട്ടികൾക്ക് ലഭ്യമാവാത്ത നല്ല കൂളായിട്ടുള്ള ഡ്രൈ ആയിട്ടുള്ള 30 ഡിഗ്രി സെൽഷ്യസിന് താഴെ വരുന്ന ഒരു സ്ഥലത്താണ് ഇത് സ്റ്റോർ ചെയ്ത് കീപ്പ് ചെയ്ത് വെക്കേണ്ടത്. ഈ ടാബ്ലറ്റ് ഫാർമസികളിൽ ലഭ്യമാണ്. ഇന്ത്യൻ മാർക്കറ്റിൽ എല്ലാ ഫാർമസികളിലും ലഭ്യമാണ്. കൂടാതെ തന്നെ അനവധി ഓൺലൈനുകളിൽ ലഭ്യമാണ്. ഓൺലൈൻ വഴി നമുക്ക് ഈ ടാബ്ലറ്റ് പർച്ചേസ് ചെയ്യാം. സോ ഇതാണ് ഈ വീഡിയോയെക്കുറിച്ച് ഷോർട്ടാക്കി പറയാനുള്ളത്. പക്ഷേ ഇതിനെക്കുറിച്ച് സിൽഡനാഫിൽ സിട്രേറ്റ് എന്ന ടാബ്ലറ്റിനെ കുറിച്ച് ഇങ്ങനെ ഷോർട്ടാക്കി ഒരിക്കലും പറയാൻ പറ്റില്ല. അതിനെക്കുറിച്ച് അറ്റ്ലീസ്റ്റ് ഒരു 2 മണിക്കൂറിന് ടൈം വേണ്ടിവരും. അനവധി ദോഷഫലങ്ങളും അനവധി മറ്റു മരുന്നുകളൂടെ കഴിക്കാൻ പാടില്ലാത്തതുമായ അല്ലെങ്കിൽ എത്രത്തോളം ശ്രദ്ധിക്കേണ്ടതുമായിട്ടുള്ള വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു മെഡിസിനാണ്. ഈ കണ്ടൻറ്റിൻ്റെ മറ്റു 2 വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് എൻ്റെ ചാനൽ. അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. സോ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി റിക്വസ്റ്റ് ചെയ്യുന്നു. പുതിയൊരു വീഡിയോയുമായി വളരെ പെട്ടെന്ന് വരുന്നതാണ്. താങ്ക് യു.